ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 119 119 120 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 119 119 120 വാക്യങ്ങൾ. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കലുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുടെ ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ദൈവം സൽഗുണപൂർണനാണ്. ദൈവത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാ സൽഗുണങ്ങളുടെയും സമ്പൂർണത എന്നത്. മനുഷ്യരെ നാം നോക്കുമ്പോൾ എത്ര നല്ല രീതിയിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയിലായാലും എന്തെങ്കിലും കുറവുകൾ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ദൈവം സൽഗുണ സമ്പൂർണനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഭൂമിയിലെ ദുഷ്ടന്മാരെ ഒരു ലോകത്തിൽ നിന്ന് കീടത്തെ, അതായത് അതിലുള്ള അശുദ്ധ പദാർത്ഥങ്ങളെ നീക്കിക്കളയുന്നത് പോലെ നീക്കിക്കളയുമെന്നാണ് വചനം പറയുന്നത്. അതാണ് ഈ വചനത്തിൽ പറയുന്നത്, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്രകാരമുള്ള ദുഷ്ടജനത്തോടുള്ള ദൈവത്തിന്റെ കർശനമായ നടപടി കണ്ടപ്പോൾ ഭക്തന് വചനത്തോട് പ്രിയവും ദൈവത്തോട് ഭയവും വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു എന്ന്. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ പാപത്തെ വെറുക്കും. മാത്രമല്ല ദൈവഭയത്തിൽ അവർ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ദൈവഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള ഒരുവരുടെ മേൽ ദൈവം നടത്തുന്ന ന്യായവിധി ഒരുപക്ഷെ ദൈവജനത്തോടുള്ള ഒരു സ്നേഹ പ്രദർശനമായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ സംഹരിച്ചത് തൻ്റെ ജനത്തോടുള്ള സ്നേഹനിമിത്തമാണ്. തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരോടുള്ള സ്നേഹം കൊണ്ട് ആണ് അവിടെ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ വെച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചത്. 73 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം വായിക്കുമ്പോൾ ആസാഫ് ഇപ്രകാരം പറയുകയാണ്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ 27 വാക്യത്തിൽ പറയുന്നു, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്നവർ എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. അതായത് ആസാഫ് എന്ന ഭക്തന് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അസൂയ തോന്നി എങ്കിലും അവരുടെ ശോചനീയമായ അവസ്ഥ, ദുരന്തപൂർണമായ അവസ്ഥ കണ്ടപ്പോൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഉത്തമമായതെന്ന് ബോധ്യമായി എന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഈ സാക്ഷ്യങ്ങൾ എന്നത് ദൈവത്തിന്റെ വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളും വാഗ്ദത്തങ്ങളും എല്ലാം ദൈവത്തിന്റെ സാക്ഷ്യങ്ങളാണ്. അത് മാറ്റമില്ലാത്തതാണ്. ആ വചനത്തിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും തന്നെ ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. 1 തിമോഥെയോസ് 4:9 പറയുന്നു, ഇത് വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമെന്ന്. സ്തോത്രം. അതിൻ്റെ 1 തിമോഥെയോസിന്റെ തന്നെ 4:8 വാക്യത്തിൽ പറയുന്നു, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതായാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായ നന്മകളും ദൈവിക സന്തോഷവും സമാധാനവും പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് പാപത്തിനെതിരായുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവിക പദ്ധതികളെക്കുറിച്ചും ഹല്ലേലൂയ തിരുവചനം നൽകുന്ന സാക്ഷ്യങ്ങൾ തികച്ചും വിശ്വാസയോഗ്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക്
മാത്രമേ, ആ വ്യക്തിയിലൂടെ മാത്രമേ ദൈവിക പദ്ധതികൾ നിറവേറപ്പെടുകയുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ തിരുവചനം നൽകുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് വിശ്വാസയോഗ്യമായി തന്നെ തീരും എന്നതിന് ഒരു സംശയമില്ല. പ്രിയരെ, ദൈവവചനം നമുക്ക് ഏറ്റവും അധികം പ്രയോജനകരമായി തീരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമായി തീരട്ടെ. ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടട്ടെ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ദൈവ സ്നേഹവും ദൈവ ഭയവും നമ്മിൽ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ ന്യായ വിധികളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ദൈവിക പദ്ധതികളിലൂടെ മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 112 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് അതിൻ്റെ താഴോട്ട് പറയുന്നത്? അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവവചനം അനുസരിക്കണം. വീണ്ടും പറയുന്നു, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരെയാണ് അവിടെ നേരായി ജീവിക്കുന്നവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് ഈ ലോകപ്രകാരമുള്ള നന്മകൾ കരുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനത്തിൽ നാം പ്രിയം വയ്ക്കുമെങ്കിൽ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. മാത്രമല്ല അവിടെ പറയുന്നു, ദൈവവചനം നാം അനുസരിക്കുമ്പോൾ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. അവിടെ കാണുന്ന 2-ാം വാക്യം 3-ാം വാക്യത്തിൽ കാണുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ആരുടെ വീട്ടിൽ? ദൈവവചനത്തിൽ ഭയപ്പെടുകയും ദൈവവചനത്തിൽ പ്രിയം വയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തികളുടെ, അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും പറയുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നീതിപൂർണമായ ജീവൻ നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവവചനത്തിൽ പ്രിയം വയ്ക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നമ്മൾ ദൈവിക കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവയിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ, അവയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം നാം ചെയ്താൽ മതി. ദൈവവചനത്തിന്, ദൈവിക കൽപ്പനകൾക്ക്, അതായത് ദൈവിക സാക്ഷ്യങ്ങൾക്ക് നമ്മൾ ഹല്ലേലൂയ 1-ാം സ്ഥാനം നാം കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ നാം മാത്രമല്ല, നമ്മുടെ തലമുറ, നമ്മുടെ ഭവനം ഒക്കെയും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇതിനെല്ലാം ഉപരിയായി നാം ദൈവവചനത്തിൽ പ്രത്യാശ വെച്ചാൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ദൈവം ഒരുക്കുകയും ആ ന്യായവിധിയുടെ ഹല്ലേലൂയ മുൻപിൽ നമുക്ക് ധൈര്യത്തോടെ നിന്നുകൊണ്ട് നിത്യത അവകാശമാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിച്ച വചനത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മിൽ നിന്ന് അശുദ്ധികളെ നീക്കി ദൈവവചനപ്രകാരം നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവവചനമാണ് അതിനായി നമ്മെ സഹായിക്കുന്നത്. മാത്രമല്ല, ദൈവിക ഭയത്തിൽ നാം മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പനകളിൽ നാം അനുസരിച്ച് മുന്നേറുമ്പോൾ സകലവിധമായ നന്മകളാലും ഈ ദൈവം നമ്മെ നിറയ്ക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്കൊരു തീരുമാനമെടുക്കാമോ? ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുകയും ദൈവവചനത്തിൽ എന്ത് പറയുന്നുവോ അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അങ്ങനെ ഭാഗ്യകരമായ ഒരു പദവിയിലേക്ക് നാം ഉയരണമെങ്കിൽ, അവസാനം ഇതിനെല്ലാം ഉപരിയായി നിത്യത അവകാശമാക്കണമെങ്കിൽ, നാം ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചാൽ നിശ്ചയമായി അനുഗ്രഹത്തിലേക്ക് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. അതിനായി ഇന്ന് ഈ വചനം ശ്രമിക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് അല്പസമയം നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഒരു നിമിഷം നാം ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക്
നമുക്ക് അടുത്ത് ചെല്ലാം. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ. ഈ വചനം കേട്ട ഓരോ വ്യക്തികളിലേക്കും അവിടുത്തെ സാന്നിധ്യം അയക്കുന്നത് കൊണ്ട് സ്തോത്രം. അപ്പൊ ദൈവ വചനത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, ദൈവ വചനത്തിന് കീഴ്പ്പെട്ട് അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. ഏതെല്ലാം വിഷയങ്ങൾക്ക് അവർ ഭാരപ്പെട്ടിരിക്കുന്നു, അവർ ഇന്നൊരു തീരുമാനമെടുക്കട്ടെ. കർത്താവേ, നിന്റെ സാക്ഷ്യങ്ങളിൽ ഞാൻ എൻ്റെ പ്രത്യാശ വയ്ക്കുകയും നിന്റെ സാക്ഷ്യങ്ങളെ ഞാൻ പ്രമാണിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഉടമയായി ഞാൻ തീരുമെന്ന് ഓരോരുത്തരും തീരുമാനമെടുക്കുവാൻ ഇന്ന് ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഏതെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യം അയച്ച് അവിടുത്തെ ബലമുള്ള കരത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിൽ സകലരെ ഏൽപ്പിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.